നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകുകീ പൈതലിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്യുവാൻ, പൊന്നുനാഥൻ കൃപ നൽകുകീ പൈതലിൽ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാളെന്നും വാഴ്ത്തിടും തൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാളെന്നും വാഴ്ത്തിടും തൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. സ്തോത്രം യേശുവേ, സ്തോത്രം. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ സന്ധ്യയുടെ ഈ തിങ്കളാഴ്ച വരെയും സ്വർഗത്തിലെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ച വൻ കൃപയോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഒരാഴ്ചക്കാലം എത്ര ക്ഷേമമായിട്ട് നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഒക്കെ കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിച്ച് വഴി നടത്തിയ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ സന്ധ്യയിൽ കർത്താവേ ഈ ദേവാലയത്തിൽ കടന്നു വന്നത് എന്തിനായിട്ടാവുന്നു? എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ്. എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളും ഞങ്ങളുടെ പ്രവൃത്തികളും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം മാത്രം ഉയരുവാൻ അവിടുന്ന് ഇടയാക്കണമേ കർത്താവേ. ഞങ്ങൾ ആരും കർത്താവെ ഒന്നുമല്ല, നിന്റെ സന്നിധിയിൽ ഒന്നുമല്ല കർത്താവെ. നിന്റെ നാമം മാത്രം ഉയർത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന ജനത്തിനായ സ്തോത്രം കർത്താവെ. നിന്റെ നാമത്തിൽ കർത്താവെ കൂടി വരുമ്പോൾ ഇരുവരോ മൂവരോ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാമെന്ന് അറിയിച്ചത് കർത്താവ് ഈ സന്ധ്യയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്നെ ഒന്ന് രുചിച്ചറിയുവാൻ
നിന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ, നിന്നെ ഒന്ന് അറിയുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വചനം പറഞ്ഞ മകനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എൻ്റെ മകനെ കർത്താവിൻ്റെ ആത്മാവിൽ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ മനസ്സിലാക്കി തരുവാൻ പ്രിയപ്പെട്ട മകന് കർത്താവെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരാകുന്നു. കർത്താവെ, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെ നിറയ്ക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ സന്ധ്യയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നിന്റെ കൃപ ധാരാളമായിട്ട് അനുഭവിപ്പാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തിനോട് മനസ്സലിയണമേ. ഓരോ ആവശ്യഭാരങ്ങളുമായിട്ടും കർത്താവെ, സങ്കടങ്ങളുമായിട്ടൊക്കെ ആവുന്ന കർത്താവെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അറിയുന്നവനായ ഒരു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, നാളെ ഞങ്ങളുടെ കർത്താവെ ഈ സ്റ്റേറ്റിന്റെ കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ USA ഇലക്ഷൻ നടക്കുകയാണല്ലോ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഭരണകർത്താവിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാൻ, ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഭരണകർത്താവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, അതിനോട് ചേർന്ന് നടക്കുന്ന എല്ലാ ഇലക്ഷന്റെ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തക്കതായിട്ടുള്ള സമയത്ത് തക്കതായിട്ടുള്ള ഒരു ഫലം ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകലിൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, കടന്നു വരുന്ന ജനത്തോട് നീ മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തോട് മനസ്സറിയണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലും ഭവനങ്ങളുമായി വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവരുടെ രോഗങ്ങൾക്ക് വിടുതലും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് യൂട്യൂബിൽ വഴിയായിട്ട് കർത്താവെ ഇതിന്റെ കർത്താവെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സജിപ്രദന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകന്റെ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിച്ച് കർത്താവെ 60-100 ഇനി ഫലം അവന്റെ ജീവിതത്തിൽ മാത്രമല്ല കേൾക്കുന്നവർക്കും അത് കാണുന്നവർക്കൊക്കെയും അനുഗ്രഹമായി തീരുവാൻ ആ ശുശ്രൂഷയെ നീ ഇവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പാടുന്നവരെ തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുന്നവരെ തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷിക്കുന്നവരെ തിരുസനെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുക്കത്തോടുകൂടെ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ ഇന്ന് സന്ധ്യയിൽ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുസന്നിധി ഞങ്ങളായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുതേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യൻ തന്നാഥന്റെ കരവിരുതേ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാൻ
യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ കർത്തനു തുല്യം ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ കർത്തനു തുല്യം ആരുമില്ല. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യൻ തന്നാഥന്റെ കരവീരുളേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യൻ തന്നാഥന്റെ കരവീരുളേ. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ കർത്തനു തുല്യൻ ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ കർത്തനു തുല്യൻ ആരുമില്ല. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ.
വാനവും ഭൂമി ചമച്ചവനെ മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയം നീ മാത്രമേ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയം നീ മാത്രമേ എന്റെ കോട്ടയം നീ മാത്രമേ എന്റെ കോട്ടയം നീ മാത്രമേ എന്റെ കോട്ടയം നീ മാത്രമേ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ദൈവിക ഭവനമതിൽ പൊതുവീടുകൾ ഒരുക്കിയവൻ ദൈവിക ഭവനമതിൽ പൊതുവീടുകൾ ഒരുക്കിയവൻ വരും വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ ദൂതരുമാൻ വരും വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിതിൽ ദൂതരുമാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ തൻ തിരുനാമത്തിനാ തന്നിൽ നിന്നകൾ സഹിച്ചവരെ തൻ തിരുനാമത്തിനാ തന്നിൽ നിന്നകൾ സഹിച്ചവരെ തിരുസന്നിധ ചേർത്തുക കൈകളാൽ അവരുടെ കണ്ണൊരു തുടച്ചിടുവാൻ തിരുസന്നിധ ചേർത്തുക കൈകളാൽ അവരുടെ കണ്ണൊരു തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ സ്വന്തം ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ
ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന മനശോധന മമ ജീവിത പാതയതിൽ മനോവേദന മനശോധന മമ ജീവിത പാതയതിൽ മറവേറിടുമ്പോൾ അൻപതാനവൻ മറിച്ചായി ഞാൻ ആശ്വസിക്കും മറവേറിടുമ്പോൾ അൻപതാനവൻ മറിച്ചായി ഞാൻ ആശ്വസിക്കും ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊഴിക്കൽ തിരുമാറി മറിഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊഴിക്കൽ തിരുമാറി മറിഞ്ഞിടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് Hallelujah, hallelujah. രക്തത്താൽ ജയം രക്തത്താൽ ജയം രക്തത്താൽ ജയം യേശു രക്തം ജയം യേശു രക്തം ജയം ആർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം ആർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം ഹല്ലേലൂയ 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 ഈ 11-ാം മാസം ഹല്ലേലൂയ ആദ്യത്തെ മണ്ടയിൽ ഹല്ലേലൂയ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ അയോഗ്യരാക്കി കൃപയോർത്ത് സമാധാനം തന്ന് സന്തോഷം തന്ന് ആരോഗ്യം തന്ന് ബലം തന്ന് ശക്തി തന്നെ ഹല്ലേലൂയ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇവിടെ ഇടയാക്കിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മരിച്ചവരും മൗനം ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ളവരാകും നമുക്ക് ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ കണ്ടുമുട്ടുവാൻ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കാലാകാലങ്ങളിൽ നമ്മെ വിളിച്ച് വേർതിരിച്ച് ഹല്ലേലൂയ അവിടുത്തെ രാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്ത കൃപയോർത്ത് ഹല്ലേലൂയ ഈ വൈകികളിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹല്ലേലൂയ ഈ ലോകത്തിൽ നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്ഥാനങ്ങളും മാനങ്ങളും ഭൗതിക നന്മകളെല്ലാം ഇപ്പോഴും കൊണ്ട് അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി കരുതുവാൻ ഹല്ലേലൂയ അവിടുന്ന് ഇടയാക്കുന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹല്ലേലൂയ 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 ഈ ലോകം നമുക്ക് ഹല്ലേലൂയ സമാധാനം തരികയില്ല ശാന്തി തരികയില്ല ഹല്ലേലൂയ ഹല്ലേലൂയ എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ദൈവത്തിന്റെ പൈതൽ ഹല്ലേലൂയ സമാധാനം പ്രാപിപ്പാൻ ഹല്ലേലൂയ 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 അവിടുന്ന് ഇടയാക്കുന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ പിതാവേ
ഈ മനോഹരമായ വൈകിവേളയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ഈ മണ്ടയിലെ ഹല്ലേലൂയ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ അവിടെ ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം. ഇതിന്റെ മക്കൾ കർത്താവെ പാടി ഹല്ലേലൂയ ആരാധിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗം പ്രസാദിച്ചിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സകല ഉപവാസികളുമായുള്ളവര് യഹോവയ്ക്ക് ആർപ്പെടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ എന്നുള്ള പ്രകാരം ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങേക്ക് ഹല്ലേലൂയ പാടി ഞങ്ങൾ ഇപ്പൊ വൈകിവേളയില് ഹല്ലേലൂയ ആരാധിപ്പാനിടയാക്കി കൃപയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന പോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ചെയ്തതായ ഉപകാരങ്ങളെ ഓർത്താൽ ഞങ്ങൾക്ക് എണ്ണി എണ്ണി തുനിപ്പാനല്ലാതെ അങ്ങയുടെ പാദപീഠത്തിലെ ഹല്ലേലൂയ ഞങ്ങളുടെ സന്നിധികൾക്കൊന്നുമില്ല കർത്താവേ സ്തോത്രം. ആയാൽ വീണ്ടും ഹല്ലേലൂയ ഞങ്ങൾ അങ്ങേ നന്ദി കരയേറ്റുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വൈകിവേളയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന അങ്ങയുടെ ദാസനെ തിരുസലേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രി കാലം ഞങ്ങൾക്ക് വേണ്ടതായ ആത്മീയ മന്ന ഹല്ലേലൂയ അങ്ങയുടെ ദാസ കൂടിയൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് അടിയങ്ങളും കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കടന്നു വന്നതുപോലെ അല്ല ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ പഠിച്ച് തൃപ്തരായി ഹല്ലേലൂയ സമാധാനത്തോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ അവിടെ പോകുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളെ നടക്കുന്ന ഇലക്ഷന് ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെയായി ഹല്ലേലൂയ ഭീഷണികൾ മുടക്കിക്കൊണ്ടിരിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ രാജ്യം ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയുടെ ഇത് പ്രകാരം മാത്രം മുന്നേറുവാനേ അങ്ങേക്കുള്ള ഹല്ലേലൂയ പ്രകാരമുള്ള ഒരു പുതിയ പ്രസിഡന്റ് കടന്നു വരുവാനെല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു ശത്രു ഈ രാജ്യത്തിന്മേൽ ആക്രമിക്കുവാനും ഒരു ശത്രുവിന്റെ ഹല്ലേലൂയ അമ്പുകളെക്കാതെ കൊണ്ട് ഈ രാജ്യത്തെ പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്തിലൊന്നുമില്ലാത്തവരായി ഈ രാജ്യത്തിൽ കടന്നു വന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ അതാത് സമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാ നന്മകളും നൽകുന്ന ഈ രാജ്യത്തെ വീണ്ടും ഹല്ലേലൂയ അനുഗ്രഹിച്ചു കൊള്ളണമെന്ന് അടിയങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം വീണ്ടും ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ വീഡിയോ എടുക്കുന്ന കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം ഷാജിനായി പ്രാർത്ഥിക്കുന്ന ദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അനേക ആയിരങ്ങൾ കണ്ടു കർത്താവേ സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാന് ദൈവത്തിന്റെ വചനം കേൾപ്പാൻ കർത്താവേ ഇതിൽ കൂടി ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ പ്രകാരം ഞങ്ങളെ അനുഗ്രഹിക്കണം. അല്പസമയങ്ങളുടെ ബാധപ്പെടുത്തലായിരിക്കും ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ. സകലവും മാനമത്വവും പുത്തനെടുക്കണേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ ജീവനുള്ള പിതാവേ. കർത്താവിന്റെ വലിയേറിയ നാമത്തിന് മഹത്വം. ഇന്ന് രാത്രിയിലും നമുക്ക് ഇങ്ങനെ വന്നു ചേരുവാൻ ഒരു അവസരം ദൈവം തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പല ഭവനങ്ങളിലായി നമ്മെ കർത്താവ് കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് കർത്താവിന്റെ വലിയേറിയ ദാസന്മാർക്കും വിശ്വാസികൾക്കും കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം 2-3 പേർ അവരുടെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും അവിടുത്തെ സാന്നിധ്യമുണ്ട്. കർത്താവിന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. നാം എനിക്ക് തോന്നുന്നു ഇന്നും നാളെയും ഇലക്ഷൻ്റെതായിരിക്കുന്ന തിരക്കിലാണ് അനേകരും. എന്നാൽ ഹല്ലേലൂയ കടന്നു വന്നവർക്കായി സ്തോത്രം, ഇനി വരുവാനുള്ളവർക്കായും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നാം പ്രാർത്ഥിച്ചതുപോലെ ദൈവഹിത പ്രകാരമുള്ളതായിരിക്കുന്ന ഒരു പ്രസിഡന്റ് ഈ രാജ്യത്ത് വന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഹല്ലേലൂയ ഈ രാജ്യത്തെ ഭരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവമക്കളെ ഈ ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രി വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വലിയേറിയ ദാസൻ പാസ്റ്റർ കെ.എസ്. ജോൺ സണ്ണി പള്ളിപ്പാട്, അദ്ദേഹം ഇപ്പോൾ AG പള്ളിപ്പാട് കർമ്മേൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നതോടൊപ്പം തന്നെ ആലപ്പി സൗത്ത് ഡിസ്ട്രിക്ട് സെക്ഷൻ്റെ പ്രസ്പെക്ടറായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൊതു ശുശ്രൂഷയിലും പലയിടങ്ങളിലും പോയി ഉപവാസ പ്രാർത്ഥനയും അതുപോലുള്ളതായിരിക്കുന്ന മീറ്റിങ്ങുകളും കർത്താവിൻ്റെ ദാസൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തും പല പ്രാവശ്യം വരുവാനായിട്ടുള്ള കൃപ ദൈവം കൊടുത്തു. തൻ്റെ കുടുംബമായി താൻ കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മോടുകൂടെ കടന്നു വന്ന് ഓർത്ത് നമുക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. അതിനുവേണ്ടി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. ഈ അനുഗ്രഹ രാത്രിയിൽ നമുക്കിങ്ങനെ ദൈവത്തിൻ്റെ പാദപീഠം ചേർന്ന് വരുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തതോർത്ത് കർത്താവിനെ ഒരിക്കൽ കൂടി വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ദൈവഭൃത്യന്മാർ, വിശേഷിച്ച് ദൈവവചന പ്രഘോഷണത്തിനായി ദൈവാത്മാവിന്റെ പ്രത്യേക നിയോഗത്തോടുകൂടി ആഴ്ചയുടെ തിങ്കൾ ചൊവ്വ ദിനങ്ങളിൽ
വൈകവേളയിൽ ദൈവ വചനം ദൂരെയും സമീപയും ആയിരിക്കുന്ന അനേകർക്ക് കേൾക്കത്തക്കവണ്ണം പ്രത്യേകമായ ആത്മഭാരത്തോടെ ഇങ്ങനെയൊരു ശുശ്രൂഷ ക്രമീകരിച്ച് അതിന് നേതൃത്വം നൽകുന്ന ഹെബ്രോൻ ഗോസ്പൽ അസംബ്ലി IPC ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ്, ആ ശുശ്രൂഷകൾക്ക് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് കൈത്താങ്ങൽ നൽകുകയും വിശേഷാൽ നെറ്റിലൂടെ യൂട്യൂബിലൂടെ ദൈവവചനം അനേകർക്ക് കേൾക്കുവാൻ അവസരമൊരുക്കുന്ന കർത്താവിൻ്റെ ദാസൻ സജി, ഈ ശുശ്രൂഷകൾക്ക് ആത്മീയ അനുഭവത്തിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ, ഗാനമാലപിക്കുവാൻ ആത്മനിയോഗത്തോടും സമർപ്പണബോധത്തോടും കൂടെ ആയിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ അസംബ്ലീസ് ബോർഡിൽ ഒരു സീനിയർ പാസ്റ്ററായി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ഇന്ത്യയിൽ, ശേഷം തമിഴ്നാട്ടിലും മറ്റും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഫിലിപ്പ് പാസ്റ്റർ, ഇവിടെ തൊട്ടു മുൻപ് ശുശ്രൂഷ പ്രാർത്ഥിച്ച് അതിന് ആരംഭം കുറിക്കുവാൻ ഇടയായ കർത്താവിൻ്റെ ദാസൻ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ ജേസ് പാസ്റ്ററെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതിവിടെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് സാഹചര്യങ്ങളായിരുന്നാലും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം, ആമേൻ, കർത്താവിൻ്റെ വേല ഉത്സാഹത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ആ വലിയ നിയോഗം അത് ധൈര്യത്തോടെ ചെയ്യുവാൻ, ഉത്സാഹത്തോടെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് പിന്നെയും ദൈവത്തിനെ, ഈ സഭയെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായ ഒരു ദിവസമാണ് ഈ രാത്രി കഴിഞ്ഞുള്ള പ്രഭാതം, നാളെ പകൽ. വളരെ ആകാംക്ഷയോടുകൂടെ ഈ രാജ്യത്തിലെ ജനം മാത്രമല്ല, ഭൂലോകമെങ്ങുള്ള സകല രാഷ്ട്രങ്ങളും വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു ദിനമാണ് നാളത്തെ ഈ രാജ്യത്തുള്ള ഭരണാധികാരികളുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. അപ്പോൾ തന്നെ ദൈവത്തിൽ ശരണപ്പെട്ട് ആത്മിക ദർശനത്തോടെ ജീവിക്കുന്ന അനേകം ദൈവത്തിൻ്റെ മക്കൾ ഈ രാജ്യത്ത് അവിടെയുള്ളായിരുന്ന ഈ രാജ്യത്തുള്ള ഭരണം, അതിനുള്ളതായ നേതൃത്വം ദൈവനിയുക്തരായ ചിലരുടെ കയ്യിൽ വരുവാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഈ രാജ്യത്ത് മാത്രമല്ല, ഭൂലോകത്തിന്റെ എല്ലാ വൻകരകളിലും ഉള്ളതായ അനേകം വിശുദ്ധന്മാർ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ആത്മീകമായതിന് പ്രാധാന്യമുണ്ട്. ഭൂലോക രാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു സംഭവമാണ് അമേരിക്കൻ ഐക്യനാടിൻ്റെ ഭരണ സംവിധാനത്തിന്റെ ക്രമീകരണം എന്നുള്ളത്. വിശേഷാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മീക ഉത്തരവാദിത്വ ബോധം ഉള്ളവരായി ഈ രാജ്യത്തിന്റെ അനുഗ്രഹത്തിനായി, നന്മയ്ക്കായി, അതിന്റെ ഭരണ സുസ്ഥിരതയ്ക്കായി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു വലിയ പ്രാധാന്യം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ലോക സുവിശേഷീകരണത്തിനായി ദൈവത്തിനായി യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള രക്ഷയുടെ വചനവുമായി അർപ്പണബോധമുള്ള അനേകം ദൈവത്തിന്റെ ദാസന്മാർ ആത്മാവിന്റെ ഉണർവിന്റെ അഗ്നിജ്വാലയുമായി ഈ രാജ്യത്തു നിന്ന് ഭൂലോകത്തിന്റെ എല്ലാ വൻകരകളിലേക്കും അയക്കപ്പെട്ട അനേക രാജ്യങ്ങളിൽ ക്രിസ്തുയേശുവിൽ കൂടിയുള്ളതായ വീണ്ടെടുപ്പിന്റെ മർമ്മം വെളിപ്പെടുത്തുവാൻ തക്കണം പരിശുദ്ധാത്മാവ് അനേകം അഭിഷക്തന്മാരെ
ഉപയോഗിച്ച ഒരു രാജ്യമാണ്. ഇന്നും ആ നിലയിൽ ആമേൻ അനേകരെ ദൈവം ഉപയോഗിക്കുന്നു. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ പലതുമുണ്ട് എങ്കിലും ആ ദർശനം ഉൾക്കൊണ്ട ഈ രാജ്യക്കാരും മറ്റിടങ്ങളിൽ നിന്ന് കടന്നു വന്നതായ ആമേൻ ദൈവത്തിന്റെ വിശുദ്ധന്മാരും ഒരുമിച്ച് ചേർന്ന് ഈ രാജ്യത്തിന്റെ ആമേൻ അനുഗ്രഹത്തിനായി, നന്മയ്ക്കായി, അതിന്റെ ആത്മീകവും ഭൗതികവും രാഷ്ട്രീയവുമായ സുസ്ഥിരതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ ദിനരാത്രങ്ങളായിരുന്നു കഴിഞ്ഞ ആമേൻ ചില നാളുകളായി പിന്നിട്ടുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രിയിലും നാം ഇവിടെ കൂടി വന്നപ്പോൾ ആ വിഷയം ആമേൻ സ്തോത്രം വളരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ ജനം കർത്താവിന്റെ ദാസന്മാർ ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ദൈവവചന പ്രഘോഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ രാജ്യത്തുള്ള ആത്മീക പ്രവർത്തനം ആമേൻ ഇന്ന് വരെ നടന്നതുപോലെയും അതിനേക്കാൾ ശക്തമായി ആമേൻ ദൈവാത്മനിയുക്തരായ ദൈവദാസന്മാർ ഈ രാജ്യത്ത് ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ലോകത്തിലേക്കുള്ള സുവിശേഷത്തിന്റെ വാതിൽ ആമേൻ ശക്തമായി ആമേൻ സ്തോത്രം തുറക്കപ്പെട്ട നിലകളിൽ ഈ രാജ്യം നിലകൊള്ളേണ്ടതിന് ഈ രാജ്യത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇവിടെ ഇന്ന് രാത്രി നടക്കേണ്ട വചന പ്രഘോഷണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ആമേൻ തങ്ങളുടെ കണ്ണുകളെ ദൈവകരങ്ങളിലേക്ക് ആമേൻ ദൈവ സന്നിധിയിൽ അടയ്ക്കാം. അവരവരുടെ കരങ്ങൾ അതേ വലകരങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് ഈ രാജ്യത്തിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. ഈ രാജ്യത്തിന്മേൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അയച്ച വലിയൊരു പ്രവൃത്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ആമേൻ സ്തോത്രം മന്ദീഭവിച്ചു പോകുവാനല്ല. പ്രൈസ് ദി ലോർഡ്. അത് ഉത്തരോത്തരം ശക്തമായി ആമേൻ ദൈവാത്മാവിന്റെ പ്രവൃത്തി ആമേൻ ഈ രാജ്യത്തിന്മേൽ വെളിപ്പെട്ടു വരുവാൻ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിന് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന, വിരോധമായി വ്യാപരിക്കുന്ന ആമേൻ ശക്തമായ പൈശാചിക തിന്മയുടേതായ ആമേൻ പ്രൈസ് ദി ലോർഡ് കടന്നുകയറ്റങ്ങൾ ആമേൻ അതിന്റെ അതിപ്രസരങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ ദൈവത്തിന്റെ ജനം അതിന്റെ മുൻപിൽ ആമേൻ നിരാശപ്പെടുന്നവരും അധൈര്യപ്പെടുന്നവരുമല്ല, ആമേൻ പ്രത്യാശയുള്ളവരായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ കർത്തൃവേലയുടെ ദൈവസഭയുടെ വാതിലുകൾ പല മണ്ഡലങ്ങളിലും 1-ാം നൂറ്റാണ്ട് മുതൽ അടച്ചു കളവാൻ പിശാച് ആമേൻ പ്രവർത്തിച്ച ഘട്ടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് ആമേൻ ഭരണകൂടങ്ങളെ, ആമേൻ രാഷ്ട്രീയ ശക്തികളെ, ആമേൻ പ്രൈസ് ദി ലോർഡ് മതശക്തികളെ ഒക്കെ പിശാച് കയ്യിലെടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അതിന്റെ മുൻപിൽ ഹല്ലേലൂയ വാതിൽ അടയ്ക്കപ്പെട്ടതുപോലെ തോന്നുമ്പോൾ പൗലോസ് വെളിപ്പാടോടുകൂടെ പറയുകയാണ്, എന്റെ മുൻപിൽ വലിയതും സഫലവുമായ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ ഫിലദൽഫിയ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ആമേൻ അവരുടെ മുൻപിൽ ഹല്ലേലൂയ ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും അടച്ചുകൂടാതെ വണ്ണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും പ്രൈസ് ദി ലോർഡ് അവരുടെ മുൻപിൽ സുവിശേഷീകരണത്തിന്റെ ആമേൻ വാതിൽ ഏഷ്യാമൈനിലുള്ള സഭകൾക്ക് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന കർത്താവിന്റെ ദാസൻ യോഹന്നാൻ അപ്പോസ്തലൻ ആമേൻ പത്മോസിൽ നാട് കടത്തപ്പെട്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് എല്ലാം പ്രതികൂലമെന്ന് അവർ ചിന്തിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ശക്തിഹീനമായ അല്പം മാത്രം ശക്തിയുള്ളതായ ആ സഭയോടുള്ള ദൂതാണ് പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ രാജ്യത്തിന്മേൽ ഒരു വലിയ അനുഗ്രഹം പകരുവാൻ നാം എല്ലാവരും ദൈവസന്നിധിയിൽ കരങ്ങളിൽ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രൈസ് ദി ലോർഡ് അതെ ഫിലിപ്പ് പാസ്റ്റർ ഈ വിഷയത്തെ വഹിച്ചുകൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ നമ്മോട് ചേർന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളടയ്ക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നല്ല ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലം മുതൽ ഇന്നുവരെയും കർത്താവേ ശുശ്രൂഷയെ താങ്ങി നടത്തി നിന്റെ ദാസനെ കർത്താവെ അത്ഭുതമായി നടത്തി പുതിയ വഴികൾ കൂടെ നടത്തിയതിനായി സ്തോത്രം. ഇവിടെ കർത്താവെ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നടത്തപ്പെടുന്നതായിട്ടുള്ള ശുശ്രൂഷയെ നീ മാനിച്ച് അനേകായിരം ആത്മാക്കളെ കർത്താവെ പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇപ്പോൾ കർത്താവെ വചനം സംസാരിക്കുന്ന സണ്ണിപ്പാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആഴമായ സത്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ മൂലം വലിയ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തർക്കായി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മ നിറവുള്ളവരായി വചനം കേൾപ്പാൻ അതവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും സഹായിക്കണം. പ്രത്യേകിച്ച് നാളെ നടക്കുന്നതായിട്ടുള്ള കർത്താവ് പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഈ നാട്ടിലിരുന്ന് അനേക മിഷണറിമാര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ച് കർത്താവെ സുവിശേഷം കേൾക്കപ്പെടുവാൻ സഹായമായി തീർന്നു.
കർത്താവെ അതിന് തടസ്സമുണ്ടാകരുത്. ദൈവിഷ്ടമുള്ള കർത്താവ് ദൈവിഷ്ടമുള്ള ഒരാളെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. ദൈവമക്കൾ കർത്താവെ യാതൊരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാതെ വണ്ണം, കർത്താവ് ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ വണ്ണം കർത്താവെ സ്തോത്രം. പിതാപുത്രൻ പരിശുദ്ധാവിൻ നാമത്തിന് പൈശാചികമായ സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശക്തികൾ നസ്രനായ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ നീ ജയമെടുക്കുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ രാജ്യത്തിന്മേൽ വലിയ ദൈവാത്മ പ്രവൃത്തി വീണ്ടും കർത്താവ് ശക്തമായി അയക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം വിശ്വാസത്തോടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് ദൈവവചന ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം 11-ാം വാക്യം, ഈ വാക്യങ്ങൾ പ്രാരംഭമായി വായിപ്പാൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. 11-ാം വാക്യം. പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ചു കേട്ടതായ ഈ തിരുവചന ഭാഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണം ചെയ്തതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ ഒലുമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ കാണെ സ്വർഗാരോഹണം ചെയ്യുന്ന സംഭവമാണ് അതിൻ്റെ 17 മുതലുള്ള വാക്യം, 16 മുതലുള്ള വാക്യങ്ങൾ, 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മതി, ഇപ്പോൾ വായിക്കണ്ട. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് അവൻ പ്രത്യേകാൽ വളരെ പ്രാധാന്യമുള്ള, അവരെ കൊണ്ട് തുടർന്ന് ചെയ്യിക്കുവാൻ പോകുന്ന ഒരു ശുശ്രൂഷയെ കുറിച്ച് വളരെ വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്തുന്നതായ പ്രത്യേക സന്ദർഭം അതിൻ്റെ 2-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് ശുശ്രൂഷയിൽ പോകുന്ന എല്ലാ വേളകളിലും ജനത്തോട് സംസാരിക്കുമ്പോൾ തന്നെ അനുഗമിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ച് അവന്റെ പിന്നാലെ കൂടെ യാത്ര ചെയ്യുന്ന ശുശ്രൂഷയിൽ സംഗത സഹചാരികളായിരിക്കുന്ന ശിഷ്യന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ 2 കാര്യം പ്രധാനമായി അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുക എന്നുള്ളതാണ് തൻ്റെ ശുശ്രൂഷയുടെ ആത്യന്തികവും പൂർത്തീകരണവുമായ ലക്ഷ്യമെന്ന് കൂടെ ശിഷ്യന്മാരെ ഓർപ്പിക്കും. അതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, അതാണ് 2-ാമത്തെ കാര്യം. താൻ തുടങ്ങി വെച്ച, പിതാവ് തന്നെ ഏൽപ്പിച്ചയച്ച ശുശ്രൂഷ നിവർത്തിക്കുവാൻ താൻ വിളിച്ച് തന്നോടുകൂടെ പിൻഗമിക്കുവാൻ തിരഞ്ഞെടുത്തതായ ഈ ശിഷ്യന്മാർ കർത്താവ് തുടങ്ങി വെച്ച ശുശ്രൂഷ തുടരണം. അതവർക്ക് ബോധ്യം വരത്തക്കവണ്ണമാണ് അവരെ കൂടെ ഓർപ്പിച്ചുണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ആദ്യം അവർക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല എന്നാണ് സുവിശേഷ ഭാഗത്ത് പറയുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ വിഷയം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒന്നാമനായി യേശുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഗുരു, നിനക്ക് അങ്ങനെ സംഭവിക്കരുത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, അതിന്റെ പൂർത്തീകരണം, അതിന്റെ വിജയം കാൽവറിയിലെ യാഗമാണ്. ആ യാഗത്താൽ
ആദാമ്യ വർഗത്തിന് പാപത്തിന്മേൽ ലഭിക്കുന്നതായ വിടുതലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുൻപ് മറ്റ് ചില വേദഭാഗങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുഖവിരയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തു ആമേൻ തന്റെ ഉയർപ്പിനെ കുറിച്ച് സ്തോത്രം, മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു, ഇത് സംഭവിക്കും എന്ന് ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസമായിരുന്നത് പോലെ മനുഷ്യപുത്രൻ എന്ത് ചെയ്യും? ആമേൻ 3 ദിവസം ഭൂമിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കും. മൂന്നാം നാൾ അവർ ഉയർത്തെഴുന്നേൽക്കും. ഇത് വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവരോടൊരുമിച്ച് ശാരീരിക സാന്നിധ്യത്തിൽ കൂടെ നടന്ന് ശുശ്രൂഷിക്കുകയും പഠിപ്പിക്കുകയും ജനത്തെ ഉപദേശിക്കുകയും ജനത്തിന്റെ രോഗം സൗഖ്യമാക്കുകയും ആമേൻ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒക്കെ ചെയ്ത യേശുവിനെ അവർക്ക് നല്ലതായി അറിയാമെങ്കിലും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ബുദ്ധിയിൽ പെട്ടെന്ന് അവർ തീരുമാനത്തിലെത്തുന്നത് ഒരു ഭൂതമെന്ന് അതെ പറഞ്ഞ് അവർ ഭയപ്പെടുകയാണ്. ഈ വേദഭാഗത്തെ അതെ അപ്പോസ്തല പ്രവൃത്തിയുടെ 1-ാം വാക്യം മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു ക്രിസ്തു അവിടെ ചെയ്യുന്ന കാര്യം, ഞാൻ 2-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ ഇപ്പോൾ അവിടെ നിർത്തിയാട്ടെ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അനേക പ്രാവശ്യം 40 ദിവസം അവൻ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. നമുക്കറിയാം, ആദ്യം അവൻ യേശുവിന്റെ ഉയർപ്പിന് ശേഷം ആദ്യമായി കാണുന്നത് സഹോദരിമാരിൽ ഒരുവളാണ്, മറിയാണ്. മഗ്ദലക്കാരത്തി മറിയാണ്. മറിയാണ് ശിഷ്യന്മാരോട് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതായ ആ വാർത്ത, ആ സുവിശേഷം ചെന്ന് പറയുന്നത്. കേട്ട ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ ഓടി വന്ന് ഒഴിഞ്ഞ കല്ലറയാണ് കാണുന്നത്. സ്തോത്രം. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതിയത് ആരാണെന്ന് അതിന്റെ മുഖവുരയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ മുഖവുര വായിച്ചു വരുമ്പോൾ സംബോധന ചെയ്ത് എഴുതിയിരിക്കുന്ന തെയോഫിലോസ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്കാണ്. ഈ സുവിശേഷം എഴുതിയതായ വൈദ്യനായ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ താൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ആരെ അഭിസംബോധന ചെയ്ത് എഴുതുന്നുവോ ആ വ്യക്തിക്ക് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് 1-ാമത്തെ ചരിത്രഭാഗമായ ലൂക്കോസ് സുവിശേഷം എഴുതുന്നത്. ഇവിടെ സംബോധന ചെയ്യുമ്പോൾ തെയോഫിലോസിന്റെ പേര് മാത്രം വിളിച്ച് സംബോധന ചെയ്യുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ താൻ ശ്രീമാനായ തെയോഫിലോസെ, ആ വാക്യം ഒന്ന് വായിച്ചു തുടങ്ങിയാട്ടെ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ശ്രീമാനായ തിയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം. 1-ാമത് ആദ്യം മുതൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതലുള്ളത് ചരിത്രം ചമയ്ക്കുന്ന ഒരു ജോലിയിൽ അപ്പോസ്തലന്മാർ ചിലർ ഏർപ്പെട്ടിരിക്കുമ്പോൾ സ്തോത്രം, അത് ക്രമമായി എഴുതുവാൻ തക്കവണ്ണം തനിക്കും ഒരു പ്രത്യേക നിയോഗം
ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസിന് ലഭിച്ചു. അത് താൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രമാണെന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുമ്പോൾ ഇത് രണ്ടാമത്തെ ചരിത്രമാണെന്നും വളരെ സുവ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ചരിത്രം തെയോഫിലോസിന് എഴുതുമ്പോൾ അതിന് ലൂക്കോസിന് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ട്. ക്രമമായി ഇത് എഴുതണം. രണ്ട്, ഇത് തെയോഫിലോസിന്റെ കയ്യിൽ ഇത് രണ്ടും എത്തണം. അപ്പോൾ തെയോഫിലോസിന് എന്താണ് പ്രത്യേകതയുള്ളത്? ചരിത്രപരമായി വേദപണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെടുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു തെയോഫിലോസ് എന്നുള്ളതാണ്. ആ തെയോഫിലോസിന് യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ളതായ ചരിത്രഭാഗം നന്നായി അറിയുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സ്നേഹിതനായിരുന്ന ആ തെയോഫിലോസിന് സുവിശേഷം എഴുതി തുടങ്ങുമ്പോൾ, ഒന്നാമത്തെ ചരിത്രം എഴുതി തുടങ്ങുമ്പോൾ ശ്രീമാനായ തെയോഫിലോസ് എന്നുള്ള സംബോധനയോടുകൂടിയാണ് തുടങ്ങുന്നത്. ആ ശ്രീമാൻ എന്നുള്ള പ്രയോഗത്തിൽ ഒരു പ്രത്യേക കാര്യം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ആയിരുന്നില്ല തെയോഫിലോസ്. അന്നത്തെ ഭരണതലങ്ങളിൽ, രാജകീയ മണ്ഡലങ്ങളിൽ ഉന്നതമായ ഔദ്യോഗിക നിലവാരം പുലർത്തിയിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു തെയോഫിലോസ് എന്നും, കർത്താവിന്റെ രഹസ്യ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന, കർത്താവിന്റെ ശരീരം മരണശേഷം അടക്കുവാൻ പീലാത്തോസിന്റെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിക്കൊണ്ട് ആ ശരീരം എടുത്തുകൊണ്ടുപോയി താൻ തനിക്കായി കല്ലറയിൽ വെട്ടിയിരുന്ന ആ പുതിയ കല്ലറയിൽ അടക്കിയ ഒരു മാന്യനായ വ്യക്തിയുണ്ട്, നമുക്കറിയാം, ജോസഫ്. അരിമത്യക്കാരനായ ജോസഫ്. അദ്ദേഹം കർത്താവായ യേശുവിന്റെ രഹസ്യ ശിഷ്യനും താനൊരു മന്ത്രിയുമായിരുന്നു. അതുപോലെ തന്നെ ഉന്നതമായ നിലവാരത്തിൽ ഭരണതലങ്ങളിൽ അവൻ നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ശ്രീമാൻ എന്ന പ്രയോഗം ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ തന്റെ പേരിന് മുൻപിൽ വിശേഷണമായി അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പൗലോസും മറ്റു ചിലരും ചില ഭരണാധികാരികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ശ്രീമാനായ രാജശ്രീ ഫേലിക്സ്, രാജശ്രീ ഫെസ്തോസ് എന്ന് അവരെ ബഹുമാന പുരസ്സരം അവൻ സംബോധന ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അവരുടെ മുൻപിൽ വിസ്തരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അപ്രകാരം രാജകീയ മണ്ഡലത്തിൽ ഔദ്യോഗിക നിലവാരത്തിൽ ആയിരിക്കുന്ന ഈ വ്യക്തിയുടെ കയ്യിൽ ഈ ചരിത്രഭാഗം എത്തണം എന്ന് ലൂക്കോസിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഇത് അറിയണമെന്നുള്ളത്, തനിക്ക് ലഭിക്കണമെന്നുള്ളത് തെയോഫിലോസിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ലൂക്കോസ് അത് ആഗ്രഹിച്ചു? അന്നത്തെ ഭരണതലങ്ങളിൽ, ഉന്നത മണ്ഡലങ്ങളിൽ സ്വാധീനതയുള്ള ഈ വ്യക്തിയുടെ കയ്യിൽ ഈ സുവിശേഷം, യേശുക്രിസ്തുവിന്റെ ചരിത്രം, അവൻ രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ കൂടി ചെയ്യുന്നതായ പ്രവൃത്തിയുടെ ചരിത്രം എത്തിച്ചേരണം. അത് സുവിശേഷം അവൻ ആ രാജ്യത്ത് വ്യാപരിക്കുന്നതിന്റെ ഒരു മുഖാന്തരമായി തീരണം. അത് രേഖാമൂലം അവൻ തെയോഫിലോസിന്റെ കയ്യിൽ എത്തിക്കുവാൻ ലൂക്കോസ് താല്പര്യപ്പെട്ടു. അത് ലഭിക്കുവാൻ തെയോഫിലോസും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് ചരിത്രഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം യേശുവിന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ ശാരീരിക സാന്നിധ്യത്തിൽ യേശു അപ്പോസ്തലന്മാരോട് ഒരുമിച്ച് ചെയ്തതായ ശുശ്രൂഷയുടെ ചരിത്രമാണ് നാം കാണുന്നതെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു ക്രിസ്തുവിന്റെ ശാരീരിക മരണം സംഭവിച്ച ശേഷം മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന്റെ ആത്മസാന്നിധ്യത്തിൽ ശിഷ്യന്മാർ കർത്താവിന്റെ നിയോഗം പ്രാപിച്ച് ആത്മശക്തി ഏറ്റെടുത്തുകൊണ്ട് അവരിൽ കൂടി പരിശുദ്ധാത്മാവ് ചെയ്തതായ ശുശ്രൂഷയുടെ ചരിത്രഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ വായിച്ച വേദഭാഗം യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നിയോഗം കൊടുക്കുന്ന ഭാഗമാണ്. ആ നിയോഗത്തിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യെരൂശലേമിൽ കാത്തിരിക്കണം നിങ്ങൾ.
അങ്ങനെ കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ ആമേൻ സാക്ഷികളാകുവാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു മാനവവർഗത്തിന്റെ രക്ഷകനാണെന്ന്, ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരകനാണെന്ന് ആമേൻ ആധികാരികമായി പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഈ ശിഷ്യന്മാരെ നിയോഗം വരമേൽപ്പിക്കുകയാണ്. ആ നിയോഗം നിവർത്തിക്കണമെങ്കിൽ, ഏറ്റെടുത്തത് ചെയ്യണമെങ്കിൽ അവർക്ക് തനിയെ അവരുടെ മാനുഷികമായ ജ്ഞാനം കൊണ്ടോ, പ്രൈസ് ദി ലോർഡ്, ബുദ്ധിപരമായ കഴിവ് കൊണ്ടോ, പാരമ്പര്യത്തിന്റെ അറിവ് കൊണ്ടോ, പ്രൈസ് ദി ലോർഡ്, മാനുഷിക ധൈര്യം കൊണ്ടോ ചെയ്യാൻ കഴിയത്തില്ല. ഈ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ സ്തോത്രം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അല്ലാതെ പ്രസംഗിക്കുന്ന പ്രസംഗത്താൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ആമേൻ ജനഹൃദയങ്ങളിൽ നടക്കുകയില്ല. ആമേൻ, ആദാമ്യ വർഗത്തിന്മേൽ നടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആദാമ്യ വർഗത്തിന്റെ വിടുതലിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആദാമ്യ ലംഘനം ഏദനിൽ ആമേൻ സംഭവിച്ചപ്പോൾ ആമേൻ ദൈവകൽപ്പന ലംഘിച്ചതിനാൽ പാപികളായി മരണത്തിന് അടിമകളായി തീർന്ന ആദാമ്യ വർഗത്തിന് മരണത്തിന് മേൽ ഒരു രക്ഷയുണ്ട്, ജയമുണ്ട്, ഒരു വിടുതലുണ്ട്, പാപത്തിന് പരിഹാരമുണ്ട് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പദ്ധതി തയ്യാറാക്കിയിട്ട് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രവൃത്തി കാൽവരിയിൽ തികച്ച ശേഷം പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഇവരുടെ മുൻപിൽ ജീവിതകാലത്ത് ചെയ്ത ശുശ്രൂഷ താൻ തികച്ചു കഴിയുമ്പോൾ അവനെ അനുഗമിച്ച ശിഷ്യന്മാരിലൂടെ അത് നിവർത്തിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കാലഘട്ടത്തിൽ ആമേൻ ജീവിച്ചിരുന്ന തലമുറയിൽ ധാരാളം ജ്ഞാനികൾ ഉണ്ടായിരുന്നു. ആമേൻ. ന്യായപ്രമാണത്തിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു. യേശുവുമായി വന്ന് സന്ധിച്ച അനേകർ ആ നിലയിൽ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട്. അവർ അതെ പ്രതീക്ഷിച്ചിരിക്കുന്ന മെശിഹയാണോ എന്ന് നേരിട്ട് ചോദിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രത്യേക മർമ്മമായിരുന്നു. അവരെ ആരുമല്ല ആദ്യം ഈ ശുശ്രൂഷ വരമേൽപ്പിച്ചത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ചിലരെയാണ് ആമേൻ ഈ നിയോഗം ഏൽപ്പിച്ച് ആമേൻ തന്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകരുന്നു. പക്ഷേ അവരോട് പറയുന്ന കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവോളം നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. നഗരം വിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വാങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതിനായി നിങ്ങൾ കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി താൻ പിതാവിനോട് ചോദിച്ചിട്ട് ആമേൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകരുന്നിടം വരെ കാത്തിരിക്കണം. ആ ശക്തി അവരുടെ മേൽ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നില്ല എങ്കിൽ ഇത് പ്രസംഗിക്കുവാൻ, ഈ ദൂത് പറയുവാൻ അവർ ശക്തരായി തീരുകയില്ല. ഇന്ന് രാത്രി ഇവിടെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുക, എന്റെ നിങ്ങളുടെ ഉള്ളിൽ തരുന്ന ഒരാത്മനിയോഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പരിശുദ്ധാത്മാ വ്യാപാരമുണ്ട്. ആ ശക്തി നമ്മെ നിയോഗിക്കുന്നതിനാൽ, പ്രേരണ നമ്മുടെ ഉള്ളിൽ തരുന്നതിനാൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ വചനം പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിക്കുവാൻ കൃപ ലഭിക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ് ജ്ഞാനിയായിരുന്ന പൗലോസ് തന്നെ ആമേൻ ദൈവജനത്തോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ വായി തുറക്കുമ്പോൾ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന്, വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ആമേൻ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഒടുവിൽ കർത്താവിന്റെ പ്രത്യക്ഷത തനിക്ക് ലഭിച്ചു. അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണല്ലോ, അകാല പ്രജയ പോലെയുള്ള എനിക്ക് അവൻ ഒടുവിൽ പ്രത്യക്ഷനായി. അവൻ അവന്റെ ശിഷ്യന്മാരിൽ പ്രൈസ് ദി ലോർഡ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ കർത്താവിന് അവനെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി തന്നെ ആ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് സമർപ്പിച്ചു കൊടുത്തതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താൻ സാധാരണക്കാരനായ വ്യക്തി ആയിരുന്നില്ല. എന്നാൽ ആദ്യം തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ ആമേൻ പ്രൈസ് ദി ലോർഡ് സാധാരണക്കാരായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ സാധാരണക്കാരെ കൊണ്ട് മാത്രമല്ല, ലോകത്തിൽ ഉന്നതന്മാരെന്ന് പറയുന്നവർ ഇത് അംഗീകരിക്കാതെ ഇരുന്നപ്പോൾ എതിർത്ത് ആമേൻ സുവിശേഷത്തെ, ക്രിസ്തീയ മാർഗത്തെ, നസറായ മാർഗത്തെ തകർക്കുവാൻ ശ്രമിച്ചതായ, ഇല്ലായ്മ വരുത്തുവാൻ ശ്രമിച്ചതായ, ആമേൻ പ്രവർത്തിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നതായ ആമേൻ ശൗലിനെ, പൗലോസിനെ തന്നെ ഈ മാർഗത്തിന് വേണ്ടി സാക്ഷിയാകുവാൻ കർത്താവ് ആമേൻ വേർതിരിച്ചു. അവന്റെ മേൽ ശക്തി പകർന്നു. ആമേൻ ആ ശക്തിയുമായി നിൽക്കുമ്പോൾ തന്നെ പറയുന്നു, ആമേൻ സ്തോത്രം, ഞാൻ സംസാരിപ്പാൻ വായ് തുറക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇത് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കേണ്ടതാണ്, ശക്തിയോടെ പ്രസംഗിക്കേണ്ടതാണ്, ധൈര്യത്തോടെ പ്രസംഗിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അത് മാനുഷിക കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവാത്മ നിയോഗത്താലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്ത് മുഖവര വളരെ നീണ്ടുപോകുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാനിത് പറഞ്ഞു വരുന്നതിൽ മറ്റു ചില ഭാഗങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഈ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് നീങ്ങുമ്പോൾ സുവിശേഷം ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രസംഗിക്കുവാൻ ആമേൻ പോകുമ്പോൾ ആമേൻ പൗലോസ് അതിനെക്കുറിച്ച് പ്രൈസ് ദി ലോർഡ് സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാവീദിന് സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവനെ ക്രൂശിൽ തറച്ച് കൊല്ലുവാൻ ശ്രമിച്ച ആമേൻ യഹൂദ ജാതി, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവർ സ്വാധീനിച്ച അന്നത്തെ ഭരണകൂടം, പ്രൈസ് ദി ലോർഡ്, അവർ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഭയമായിരുന്നു. ആമേൻ. ഉയർപ്പിന്റെ വാർത്ത, പുനരുത്ഥാനത്തിന്റെ സന്ദേശം ഒരു കാരണത്താലും അത് പ്രസംഗിക്കാൻ പാടില്ല. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 57 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ അടക്കിയ ശേഷം സ്വസ്ഥമായിരിക്കേണ്ടതായ യഹൂദന്മാർ, മതമേലധ്യക്ഷന്മാർ, മഹാപുരോഹിതന്മാർ, പരീശന്മാർ, സാദൂക്യർ, അവർ രാത്രിയിൽ അന്നത്തെ ഗവർണറായിരിക്കുന്ന ആമേൻ പീലാത്തോസിന്റെ അടുക്കൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് ആധികാരികമായി പറഞ്ഞിട്ടുള്ളത് തന്റെ ശിഷ്യന്മാരോടാണ്. അതിനെ ശ്രദ്ധയോടെ കരുതുകയും ഓർത്തിരിക്കുകയും ചെയ്യേണ്ടത് തന്റെ അപ്പോസ്തലന്മാരാണ്. അവർ മറന്നുപോയെന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ അതിനെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വിശ്വാസത്തോടെ അംഗീകരിക്കാൻ കഴിയാത്തതായ മാനസിക വൈകാരിക തകർച്ച ആമേൻ അവർക്ക് ഉണ്ടായി എന്നുള്ളൊരു സ്വാഭാവികമായ യാഥാർത്ഥ്യമാണ്. അത്ര ഹീനമായ ആമേൻ ഒരു മരണമാണ് അവരുടെ ഗുരുവിന് ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്ന് കാണാൻ പോയ സഹോദരിമാരോടുകൂടെ പോകുവാൻ തക്കണം പുരുഷന്മാരായ ധൈര്യശാലികളായ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. പാവം ചില സഹോദരിമാരാണ് ആമേൻ സ്തോത്രം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കല്ലറയ്ക്കൽ ഓടിയണയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം സ്തോത്രം സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നസ്രായ മാർഗത്തിന് വേണ്ടി ഇനി ഇവർ രംഗപ്രവേശം ചെയ്താൽ ഇവർക്കും എന്തു ഭവിക്കുമെന്നുള്ള ഭീതി നിമിത്തം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അവർ മറന്നുപോയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന യാഥാർത്ഥ്യം അവരോട് പറഞ്ഞിരുന്നത് അവർ മറന്നുപോയെന്ന് പറയാനൊക്കത്തില്ല. ആ യാഥാർത്ഥ്യത്തെ നേരിടാനുള്ള ധൈര്യം അവർക്കുണ്ടായില്ല. എന്നാൽ മറക്കേണ്ട ഒരു കൂട്ടരായിരുന്നു പ്രൈസ് ദി ലോർഡ് ആമേൻ യഹൂദന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, സദൂക്യർ. കാരണം അവർക്ക് വെല്ലുവിളിയായിരുന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യേശുക്രിസ്തു അവൻ അവരുടെ കയ്യിൽ അവരുടെ താല്പര്യപ്രകാരം അവൻ ഏൽപ്പിക്കപ്പെട്ടു. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ക്രൂശിൽ തറച്ച് അവനെ അടക്കം ചെയ്തു. എന്നാൽ പ്രൈസ് ദി ലോർഡ് അവരുടെ മനസ്സ് ശാന്തമായില്ല. രാത്രിയിൽ അവർക്ക് ഉറക്കം വന്നില്ല. ശിഷ്യന്മാർ ശാന്തമായി ഒളിച്ചു പാർക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ യേശു നസറായൻ ആമേൻ കല്ലറയിൽ ഒതുങ്ങിയല്ലോ, അവന്റെ മാർഗ്ഗം ഇവിടെ അവസാനിച്ചല്ലോ എന്ന് സമാധാനപ്പെടേണ്ടതായ ആമേൻ പ്രൈസ് ദി ലോർഡ് യഹൂദ മേധാവികൾ ആമേൻ സ്വസ്ഥമായില്ല. പീലാത്തോസിന്റെ അടുക്കൽ വരുന്നു. ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ പറഞ്ഞ കാര്യം, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അല്ല എങ്കിൽ അവന്റെ ശിഷ്യന്മാർ ചെന്ന്
അവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത വ്യാജമായി പ്രചരിപ്പാൻ ഇടയാകും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അത് മുമ്പുണ്ടായതിനേക്കാൾ ആമേൻ അത് അപകടകരമായ ഒരനുഭവമാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആമേൻ യാഥാർത്ഥ്യം സംഭവിക്കരുത് എന്നുള്ളത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ സാത്താന്യ ഭരണതലങ്ങളിൽ വലിയ ആമേൻ ആലോചനകൾ നടക്കുന്ന കൂട്ടത്തിൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം, യഹൂദ മേധാവികളുടെ ചിന്ത ഉയർത്തെഴുന്നേൽക്കുമെന്നല്ല, പിന്നെയോ ശിഷ്യന്മാർ ആമേൻ ആ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വ്യാജ വാർത്ത പ്രചരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഒരു വ്യാജ വാർത്ത പോലും യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ആമേൻ പരക്കുവാനിടയാകരുത്. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം. നമുക്കറിയാം, പീലാത്തോസ് യഹൂദന്മാരുടെ എല്ലാ ഇഷ്ടവും ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ, യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ അറസ്റ്റ് ചെയ്ത് വിസ്തരിപ്പാന് ആമേൻ പീലാത്തോസിന്റെ അടുക്കൽ എത്തിച്ച സമയം മുതൽ അവർക്ക് വേണ്ടിയതെല്ലാം അനുകൂലമായി ചെയ്തുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ക്രൂശീകരണത്തിന് ശേഷം ആമേൻ അവന്റെ ശരീരം അടക്കം ചെയ്ത് ആമേൻ രാത്രി, പ്രൈസ് ദി ലോർഡ്, പീലാത്തോസിന്റെ അടുക്കൽ വന്ന് അനുവാദം ചോദിക്കുന്നു, കല്ലറ ഉറപ്പാക്കണം. ഞാൻ പടയാളികളെ അയച്ചു തരാം, നിങ്ങൾ ആ ഓളം കല്ലറ ഉറപ്പാക്കിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. സംഭവം ഞാൻ ആ ഭാഗത്ത് ചരിത്രപരമായി വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ശിഷ്യന്മാർക്ക് ഈ യാഥാർത്ഥ്യത്തെ നേരിടുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. മറക്കേണ്ടവർ, പ്രൈസ് ദി ലോർഡ്, ഓർത്തിരുന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത പ്രചരിക്കരുത്. ആമേൻ വ്യാജമായി ആമേൻ പ്രചരിക്കരുത്. യാഥാർത്ഥ്യമായി ഉയർപ്പ് സംഭവിക്കരുത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ഞാൻ ഒന്നുകൂടെ ഇറങ്ങി പറയാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്നുള്ളത് ലോകത്തിന് ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം ഈ ലോകത്തിന്റെ അധിപതിയായ പിശാചിന് യേശു ക്രിസ്തു ആമേൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്ന യാഥാർത്ഥ്യം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ അടിസ്ഥാനപരമായ പരാജയമാണ്. ആമേൻ ആദാമ്യ വർഗത്തെ, ആമേൻ മനുഷ്യവർഗത്തെ ആമേൻ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന മരണഭീതിയിൽ നിന്ന് എന്നേക്കുമുള്ള വിടുതൽ ആമേൻ ദൈവത്തിനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്താൽ, പ്രൈസ് ദി ലോർഡ്, അത് സാധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നിശ്ചയമായിട്ടും ആമേൻ ലോകത്തിൽ പ്രചരിക്കാൻ പാടില്ല. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കിയാൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രവൃത്തി സംഭവിക്കത്തില്ല എന്നാണ് അവർ ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അറസ്റ്റ് മുതൽ ക്രൂശീകരണം വരെയുള്ള സംഭവങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവർ തന്നെ സ്വസ്ഥമായിരിക്കേണ്ടവരാണ് യഹൂദന്മാർ. കാരണം അതിനോട് ഒരു തരത്തിലും പ്രതികരിക്കാൻ യേശു ശ്രമിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതിനെതിരായിട്ട് ആമേൻ ഒരു വാക്കു പറയാതെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആമേൻ, അതെ സ്തോത്രം, യേശു മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു വേഗത്തിൽ. ഇന്ന് രാത്രി ഈ ഭാഗം അവസാനിപ്പിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ തൊട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, നാളെ പകൽക്കാലം ആമേൻ ആത്മനിയോഗവും പരിശുദ്ധാത്മ പകർത്തിയ ശിഷ്യന്മാരുടെ മേൽ നാളെ വൈകുന്നേരം ദൈവം അനുവദിച്ചാൽ അത് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മുഖവരിയുടെ ഭാഗം മാത്രമാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വെക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അത് യേശു ക്രിസ്തുവിന്റെ ആമേൻ സ്തോത്രം മരണത്തോടൊപ്പം പുനരുത്ഥാനം സംഭവിക്കും എന്നുള്ളത് ആമേൻ താൻ ആവർത്തിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. അവർ മറന്നതുപോലെ ആയിത്തീർന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇത് പ്രസംഗിക്കേണ്ട ശിഷ്യന്മാർ ഭയത്തോടെ ആയിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മറ്റൊരു കൂട്ടരുടെ യഹൂദന്മാരുടെ ഭയം, പ്രൈസ് ദി ലോർഡ്, യേശു ഉയർത്തെഴുന്നേൽക്കുന്നത് ജീവിച്ചിരുന്നതിനേക്കാൾ ഭയങ്കരമായ അപകടമാണ്. അവൻ അതുകൊണ്ട് ഉയർക്കാൻ പാടില്ല. ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായ വാർത്ത പോലും പരക്കാൻ പാടില്ല. കല്ലറ ഉറപ്പാക്കി. അത് കേവലം മതശക്തിയുടെ ഒരു ശ്രമം മാത്രമല്ല, ഭരണകൂടത്തിന്റെ ഒരു ശ്രമം മാത്രമല്ല, പിന്നെയോ ആമേൻ ദൈവത്തിന്റെ ശത്രുവായ ആദാമ്യ വർഗത്തിന്റെ ശത്രുവായ ആമേൻ പിശാചിന്റെ പദ്ധതിയാണ്.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തിയിൽ ആദാമ്യ വർഗത്തെ അടിമപ്പെടുത്തിയ പിശാച് ഒരിക്കലും അവന്റെ അടിമത്തത്തിൽ നിന്ന്, മരണഭീതിയിൽ നിന്ന്, പാപത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് മനുഷ്യവർഗത്തിന് ഒരു വിടുതൽ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി കടന്നു വന്ന യേശു ക്രിസ്തുവിനെ ഏറ്റവും ഹീനമായ നിലയിൽ, നിന്ദ്യമായ നിലയിൽ ക്രൂശിൽ തറച്ച് കൊന്നിട്ട് അവന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടേണ്ട സുവിശേഷത്തിന്റെ സാക്ഷികളായിരിക്കുന്ന ശിഷ്യന്മാരെ ഭയത്താലും അധികാരത്താലും ഒതുക്കി വയ്ക്കുവാൻ, രാഷ്ട്രീയ ശക്തികളാൽ ഒതുക്കി വയ്ക്കുവാൻ, ഭരണകൂടത്തിന്റെ ശക്തികളാൽ, നിയമത്തിന്റെ അധികാര ശക്തികളാൽ ഒതുക്കി വയ്ക്കുവാൻ എത്രത്തോളം ശ്രമിക്കാമോ അതും മുഴുവൻ പിശാച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം, ഇന്ന് രാത്രി നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നസ്രായന മാർഗം ആമേൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. പിന്നെയോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, കാൽവരി കുലക്കളത്തിൽ അവൻ തന്റെ ജീവനെ, പിതാവേ എന്റെ പ്രാണനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആമേൻ, അതിനു വേണ്ടി പിശാച് ഉപയോഗിച്ചതായ തന്റെ എതിരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ്, യേശുവിനെ ക്രൂശിക്കുവാൻ പിശാചിനാൽ നിയുക്തരായ യഹൂദന്മാരും അന്നത്തെ ഭരണകൂടവും പ്രൈസ് ദി ലോർഡ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, അവർക്ക് വിരോധമായിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല. ആമേൻ. പിന്നെയോ തന്നെ വളരെ ഹീനമായി ആമേൻ നിന്ദിച്ച്, വളരെ ക്രൂരമായി പീഡിപ്പിച്ച്, കാൽവരിയിൽ ആമേൻ ക്രൂശിൽ ആ കുലക്കളത്തിൽ മരണത്തിനെ ഏൽപ്പിച്ചതായ ആമേൻ തന്നെ ആമേൻ യേശുവിനെ ശത്രുവായി കണ്ട ആമേൻ ആ യഹൂദന്മാർ, ആമേൻ അതിന്റെ മതമേലധ്യക്ഷന്മാർ, പ്രൈസ് ദി ലോർഡ്, അന്നത്തെ ഭരണകൂടം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ മരണത്താൽ അവരും രക്ഷപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അവർക്കും പാപമോചനം ലഭിക്കണം, അവർക്കും മരണത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ളതായ വിടുതൽ ലഭിക്കണം, മരണഭീതിയിൽ നിന്ന് അവർ വിടുവിക്കപ്പെടണം, അവർ നിത്യജീവൻ പ്രാപിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് പ്രൈസ് ദി ലോർഡ് ആമേൻ പിതാവ് തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് തനിക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തു അവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ രംഗപ്രവേശം ആമേൻ ഒന്ന് തൊട്ട് പറഞ്ഞ് ആമേൻ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷം പ്രചരിക്കരുത്. പുനരുത്ഥാനത്തിന്റെ വാർത്ത, ഉയർത്തെഴുന്നേൽപ്പിന്റെ വാർത്ത, മരണത്തെ ജയിച്ച വാർത്ത, ആമേൻ യേശു പാതാളത്തെയും മരണത്തിന്റെ അധികാരിയായ പിശാചിനെയും ജയിച്ച വാർത്ത, ആമേൻ പിശാചിന്റെയും മരണത്തിന്റെയും പാതാളത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് ആദാമ്യ വർഗത്തിന് ആമേൻ തന്റെ ക്രൂശിലെ യാഗത്താൽ ആമേൻ വിജയവും വിടുതലും ഉണ്ടെന്നുള്ള വാർത്ത പ്രചരിക്കാതിരിക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശു ക്രിസ്തു മൂന്നാം നാൾ ആമേൻ കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ക്രൂശിലെ യാഗം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ഭാഗം ഞാൻ നാളെ ആമേൻ അതിലേക്ക് പ്രവേശിച്ച് ആമേൻ പരിശുദ്ധാത്മ നിയോഗം ആമേൻ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഭാഗം ആമേൻ അതാണ് പ്രധാനമായ എന്റെ മെസ്സേജ്. നാളെ അത് ഞാൻ പ്രസ്താവിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1:29. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുൻപനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ആമേൻ. യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. താൻ സ്തോത്രം യേശു കടന്നു പോകുന്നത് കണ്ട് കർത്താവിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു പരിചയപ്പെടുത്തലുണ്ട്. മറ്റ് 3 സുവിശേഷങ്ങളിൽ കാണാത്ത നിലയിലാണ് അതിൽ നിന്ന് വ്യത്യസ്തവും ഉന്നതവുമായ ഒരു ദൈവിക വെളിപ്പാട് ആമേൻ വചനം ജഡമായി തീർന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ആമേൻ ദൈവം അധികാരം കൊടുത്തയച്ചിരിക്കുന്ന ദൈവപുത്രനെ ആമേൻ ആ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ന്റെ 18-ാം വാക്യം മുതൽ ആ 18-ാം വാക്യം വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്.
തുടർന്നുള്ളതായ 19 മുതലുള്ള വാക്യങ്ങളിൽ 36 വാക്യം വരെ ശ്രദ്ധിക്കുമ്പോൾ ആമേൻ സ്തോത്രം, യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആമേൻ അഭിഷേകത്താൽ നിറയപ്പെട്ടവനായ സ്നാപക യോഹന്നാൻ പ്രൈസ് ദി ലോർഡ് യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ആ പരിചയപ്പെടുത്തലിന്റെ ആമേൻ മർമ്മപ്രധാനമായ ഭാഗമാണ് നാം ഇവിടെ അതിന്റെ 29 വാക്യത്തിൽ വായിച്ചത്. ഒന്നുകൂടി ഉദ്ധരിക്കാം. യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അവൻ വ്യക്തമായി താൻ സാക്ഷ്യം പറയുകയാണ്. യേശുവിനെ എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതിന്റെ 36 വാക്യത്തിലും ഒരു വാക്ക് കുറച്ചിട്ട് പറയുന്നു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ കുറിച്ച് വീണ്ടും ആമേൻ കർത്താവ് യോഹന്നാൻ സ്നാപകൻ ആമേൻ സാക്ഷ്യം പറയുകയാണ്. രണ്ടാമത് പറഞ്ഞ ആ സാക്ഷ്യവാക്യ നിമിത്തം ആമേൻ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായി അവനെ അനുഗമിച്ചു കൊണ്ടിരുന്നത് ആമേൻ ചില പുരുഷന്മാർ ആമേൻ യേശുവിന്റെ പിന്നാലെ അനുഗമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ചുള്ള വാർത്ത യോഹന്നാനോട് പറയുമ്പോൾ താൻ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഞാനോ കുറയണം അവനോ വളരണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നിലും വലിയവനാണെന്ന് സാക്ഷ്യം പറഞ്ഞവൻ അവൻ തന്നെ എന്ന് പ്രൈസ് ദി ലോർഡ് ആമേൻ യോഹന്നാൻ സ്നാപകൻ വീണ്ടും ധൈര്യത്തോടെ തന്റെ ശുശ്രൂഷയുടെ പരമപ്രധാനമായ ദൗത്യം താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിനാൽ അയക്കപ്പെട്ട ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതായ ആ പ്രവൃത്തിയാണ്, ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾ പോയിക്കൊള്ളുക, എന്റെ പിന്നാലെ വന്ന ശിഷ്യന്മാരെ അവനെ അനുഗമിച്ചു കൊള്ളുക എന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് താൻ ചെയ്തത്. ഈ 1:29 വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ് പ്രവചന നിവൃത്തിയായി സംഭവിക്കുന്ന ആ കാര്യത്തെ ആമേൻ സ്തോത്രം വിരൽ ചൂണ്ടിക്കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 1-2 വാക്യങ്ങളുടെ വായിച്ച് ആ മുഖവുര പോലെ ഞാൻ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം നമുക്കത് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. വേഗത്തിൽ വായിക്കാം. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദാം ആമേൻ സ്തോത്രം മനുഷ്യവർഗത്തിന്റെ ആദിമ മാതാപിതാക്കളായിരുന്ന ആദമിനും ഹവ്വയ്ക്കും ആമേൻ ഒരു വസ്ത്രം ആവശ്യമെന്ന് ആമേൻ ദൈവത്തിന് ബോധ്യം വന്നു. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴാണ് നമുക്കറിയാം. 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. അവർ നഗ്നരെന്ന് അറിഞ്ഞു. അത്തീല കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. വെയിലാറിയപ്പോൾ യഹോവയാം ദൈവം ആരുടെ അടുക്കൽ വരുന്നു. പക്ഷേ ദൈവസന്നിധിയിലേക്ക് അടുത്തിയെല്ലാൻ അവർ കഴിയുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യഹോവയാം ദൈവം കടന്നു വരുന്ന കാലൊച്ച കേട്ടിട്ട് അവർ വൃക്ഷങ്ങളുടെ ഇടയിൽ ഓടി ഒളിച്ചു. എന്നിട്ടും അവരെ വിട്ടുകളയാതെ ആമേൻ യഹോവയാം ദൈവം വിളിച്ചു ചോദിക്കുന്നു, ആദാമേ നീ എവിടെ? ആമേൻ. അവന്റെ ആമേൻ അതെ പരാധീനത പറയുന്നു, ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു കാര്യം നാം ഓർത്തുകൊള്ളണം. ആമേൻ സ്തോത്രം. അതുവരെയുള്ള ദിനങ്ങളിൽ ആമേൻ യഹോവയാം ദൈവം കടന്നു വരുന്ന കാലത്ത് കേൾക്കുമ്പോൾ ആമേൻ കൊച്ചു കുഞ്ഞുങ്ങൾ ആമേൻ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ ആമേൻ ഓടി അണഞ്ഞിരുന്ന ആദമും ഹവ്വയും ഭയത്തോടെ ഓടി അകലുകയാണ്. വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, അവർ തന്നെ പറയുന്നു, ഞങ്ങൾ നഗ്നരാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. നീ നഗ്നൻ നിന്നോട് ആര് പറഞ്ഞു? ഞാൻ നിന്നോട് തിന്നരുതെന്ന് കൽപ്പിച്ചതായ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? കർത്താവിന് വ്യക്തമായി കാര്യമറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. അതെ, അവരുടെ ആ പരാജയം, ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. കാരണം പ്രൈസ് ദി ലോർഡ് അവർ നഗ്നരാണെന്നുള്ള അതുവരെ ഇല്ലാതിരുന്ന ഒരറിവ് അവർക്ക് ലഭിച്ചു.
ആമേൻ വേദപുസ്തകം നാം ശരിയായി പഠിച്ചു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഈ ഉൽപ്പത്തിയിൽ അവർക്ക് ആമേൻ സ്തോത്രം നഗ്നതയുടെ ബോധ്യം വന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് അത് പരിഹരിക്കാൻ ആമേൻ അതിന്റെ ആമേൻ സ്തോത്രം 21-ാം വാക്യത്തിൽ യഹോവയാം ദൈവം തന്നെ ആമേൻ ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് ആമേൻ അവരുടെ നഗ്നത മറയ്ക്കുന്ന വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ വളരെ വിലപ്പെട്ട വസ്ത്രങ്ങൾ ആമേൻ ഉണ്ടാക്കുന്നുണ്ട്. അവയെല്ലാറ്റിലും വെച്ച് ഏറ്റവും ആമേൻ എല്ലാ പ്രകൃതിയിലും ഉപയോഗിക്കാൻ സുരക്ഷിതമായ വസ്ത്രം ദൈവം ഉണ്ടാക്കി കൊടുത്തതായ തുകൽ വസ്ത്രം ഇന്നും നമുക്കറിയാം വളരെ വിലപ്പെട്ടതാണ്. ഈ രാജ്യത്തും തണുപ്പ് കാലത്ത് എന്ത് ചെയ്യുന്നത്, കാലാവസ്ഥയുടെ പ്രതികൂലം വരുമ്പോൾ ആമേൻ മനുഷ്യർ ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ മനുഷ്യൻ ഉണ്ടാക്കിയ മറ്റു വസ്ത്രങ്ങൾക്കും അത്രത്തോളം ആമേൻ പ്രയോജനം ചെയ്യുന്നില്ല. മറ്റു പല വസ്ത്രങ്ങളും ധരിച്ചാൽ ആമേൻ അവരുടെ മനുഷ്യന്റെ ശരീരത്തിന് പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ തുകൽ വസ്ത്രം അത് പ്രോസസ്സ് ചെയ്തെടുത്ത് ആമേൻ ധരിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റമുണ്ട്. എന്നാൽ യഹോവയാം ദൈവം ആമേൻ നൽകിയതായ ആ വസ്ത്രം പ്രൈസ് ദി ലോർഡ് അവന്റെ നഗ്നത പാപം നിമിത്തമുള്ളതായ ആമേൻ നഗ്നത എങ്ങനെ വന്നു? അവനുണ്ടായിരുന്നതായ പ്രൈസ് ദി ലോർഡ് തേജസ്സിന്റെ വസ്ത്രം, ദൈവം അവനെ ഉടുപ്പിച്ചിരുന്നത് തേജസ്സിന്റെ വസ്ത്രമായിരുന്നു. അത് അവന് നഷ്ടപ്പെട്ടു. തേജസ്സിന്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു. നിത്യജീവൻ അത് നഷ്ടപ്പെട്ടു. അത് തിരികെ കൊടുക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ് ലോക സ്ഥാപനത്തിൽ തന്നെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ് ആമേൻ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ ഈ ലോകത്തിലേക്ക് കർത്താവിന് മുൻപേ വഴിയൊരുക്കുവാനായി പിതാവിനാൽ അയക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ അവൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ വിരൽ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദാമ്യ ലംഘന നിമിത്തം മനുഷ്യന് നഷ്ടപ്പെട്ടതായ ആമേൻ തേജസ്സിന്റെ വസ്ത്രം ആമേൻ അവന് തിരികെ കൊടുക്കുവാൻ, തേജസ്സിന്റെ ജ്ഞാനം അവന് തിരികെ കൊടുക്കുവാൻ, ആമേൻ നിത്യജീവൻ അവന് തിരികെ കൊടുക്കുവാൻ, ആമേൻ കാലസമ്പൂർണ്ണതയിൽ ആമേൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്ന പ്രവചനം ആ 3-ാം അധ്യായത്തിൽ തന്നെ കാണാൻ കഴിയുന്നു. 3:7-15 വാക്യം കൂടെ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 3:7-15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, സാത്താൻ ആമേൻ സർപ്പത്തിൽ കടന്നിട്ട് ആമേൻ അവനെ മനുഷ്യൻ ആദാമിനെ വഞ്ചിച്ചതായ ആ സർപ്പത്തോട് അഥവാ അവനിൽ ആ ജീവിയിൽ വ്യാപരിച്ച ആമേൻ പൈശാചിക ശക്തിയോട് ആമേൻ പറയുന്ന ആമേൻ ദൈവിക പ്രവചനമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണത്? ഞാൻ നിനക്കും സ്ത്രീക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഇനി 15-ാം വാക്യം കൂടെ വേഗത്തിൽ വായിച്ചാട്ടെ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ആദാമിനെ ഏദനിൽ വഞ്ചിച്ചതായ അവൻ ദൈവം നൽകിയിരുന്ന നിത്യജീവനിൽ നിന്ന് അവനെ മരണത്തിലേക്ക് തള്ളിയിടുവാൻ തക്കവണ്ണം കടന്നു വന്ന പിശാചിനെ, അവന്റെ തലയെ, അവന്റെ ബുദ്ധി കേന്ദ്രത്തെ തകർക്കുവാൻ ദൈവപുത്രൻ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിൽ രംഗപ്രവേശം ചെയ്യുമെന്നുള്ളത് അന്ന് യഹോവയാം ദൈവം തന്നെ ആദാമ്യ വർഗത്തോട് പ്രവചനമായി കൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ മനുഷ്യന് ലഭിച്ച 1-ാമത്തെ പ്രവചനമാണത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമേ, വചനം കേൾക്കുന്നവരെ, പ്രൈസ് ദി ലോർഡ്, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട ആദാമ്യ വർഗത്തിന്റെ അടിമത്തത്തിൽ മരണഭീതിയിൽ കഴിയുവാൻ, പ്രത്യാശയില്ലാത്തവരായി കഴിയുവാൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അതെ, ദൈവിക നിത്യജീവന്റെ പ്രത്യാശയില്ലാതെ ആമേൻ മരണത്താൽ ഈ ലോകത്തിൽ നിന്ന് മനുഷ്യൻ കടന്നു പോകുവാൻ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് സ്ത്രീയുടെ സന്തതിയായി അയക്കുമെന്നുള്ള അരുളപ്പാട് ദൈവം ഉൽപ്പത്തിയിൽ തന്നെ അവിടെ ആദാമ്യ വർഗത്തിന് കൊടുക്കുകയാണ്. എല്ലാ ഭാഗങ്ങളും എടുത്ത ഈ രാത്രി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തൊട്ടവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിന്റെ പ്രൈസ് ദി ലോർഡ് 52-ാം അധ്യായത്തിൽ അതിന്റെ 14-ാം വാക്യവും 53-ന്റെ 2-3 വാക്യങ്ങളുടെ വേഗത്തിൽ നിന്ന് അവൻ ഉദ്ധരിക്കാമല്ലോ. 14-ാം വാക്യം. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ
മനുഷ്യനായ അല്ല എന്നും തോന്നുമാറ് അവൻ വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയി. ഇനി 53-ന്റെ 2-3 വാക്യം വായിച്ചാട്ടെ. അവൻ ഇളയതായി പോലെയും വരണ്ട നിലത്ത് വേര് മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന്റെ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യവുമില്ല. ആമേൻ. തേജോരൂപിയായവൻ, ആമേൻ, ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതിനെ കുറിച്ച്, ആ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് ആമേൻ നൂറ്റാണ്ടുകൾ, ഏകദേശം വേദപണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആമേൻ 700 വർഷങ്ങൾക്ക് മുൻപ് ആമേൻ എന്ന് ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പ്രവാചകനായ യെശയ്യാവിൽ കൂടി ആത്മാവിൽ ദർശിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തു ദൈവപുത്രനായവൻ, ആമേൻ, സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് ദൈവത്തിന്റെ കുഞ്ഞാടായി പാപമില്ലാത്തവൻ, ആദാമ്യ വർഗത്തിന്റെ ആമേൻ പാപത്തെ തന്റെ മേൽ ചുമത്തപ്പെട്ടുകൊണ്ട് കാൽവറി കുരക്കളത്തിൽ അവൻ യാഗമായി തീരുന്നതായ ആ സംഭവം പ്രവചനാത്മാവിൽ ദർശിച്ചുകൊണ്ട് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ആമേൻ അത് വിളിച്ചു പറയുകയാണ്. നമുക്ക് വ്യക്തമായി വായിപ്പാൻ കഴിയുന്ന എല്ലാ വാക്യങ്ങളും വായിപ്പാൻ ഇന്ന് രാത്രി സമയം എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ ഭാഗത്ത് അപ്പോസ്തലന്മാർ അത് ചരിത്രപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും. നാളെ ആ ഭാഗത്തൊന്ന് തൊട്ടിട്ട് പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ആമേൻ പ്രൈസ് ദി ലോർഡ് അത് അവർക്ക് നൽകിയ നിയോഗവും പ്രൈസ് ദി ലോർഡ് ആത്മപകർച്ചയും എന്നുള്ളതായ വിഷയത്തിൽ അവൻ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം പ്രൈസ് ദി ലോർഡ് മരണത്തെയും അതിന്റെ ശക്തിയെയും കാൽവറിയിൽ തോൽപ്പിച്ചുകൊണ്ട് ആമേൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ആമേൻ ഭൂമിയുടെ മധ്യഭാഗത്ത് വെച്ച് സംഭവിച്ചു എങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പിശാചിന്റെ സകല പദ്ധതികളും ആമേൻ അവിടെ വെച്ച് തകർക്കപ്പെടുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. പ്രൈസ് ദി ലോർഡ്. സർപ്പത്തിന്റെ വേഷത്തിൽ പ്രൈസ് ദി ലോർഡ് ആദമിന്റെ ഹവ്വയുടെ അടുക്കൽ കടന്നു വന്ന് ആദാമ്യ വർഗത്തെ വഞ്ചിച്ച് ദൈവിക കൂട്ടായ്മയിൽ നിന്നും നിത്യജീവനിൽ നിന്നും നിത്യ തേജസ്സിൽ നിന്നും നിത്യ പ്രത്യാശയിൽ നിന്നും ആമേൻ അന്യപ്പെടുത്തി മരണഭീതിക്ക് അടിമകളാക്കിയിട്ട് ആമേൻ പാപം നിമിത്തം ലംഘനം നിമിത്തം ആമേൻ മരണത്തിന് ആമേൻ ശാരീരിക മരണത്തിലേക്ക് നീക്കിയിട്ട് ഒടുവിൽ ആമേൻ പാപത്തിന്റെ ശമ്പളമായ നിത്യ നരകത്തിലേക്ക്, രണ്ടാം മരണത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് ആദാമ്യ വർഗത്തെ തള്ളിയിടുവാൻ തക്കവണ്ണം പിശാച് പദ്ധതി ഒരുക്കിയെങ്കിലും പ്രൈസ് ദി ലോർഡ് കാലസമ്പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതായ ദൈവപുത്രന്റെ ക്രൂശിലെ യാഗത്താൽ, ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ, ആമേൻ പാപമില്ലാത്തവനായ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ യാഗത്താൽ പ്രൈസ് ദി ലോർഡ് ആദാമ്യ വർഗത്തിന് പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം ദൈവം നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ എന്റെ വാക്കുകൾ അടുത്തും അകലെയും ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് പാപത്തിന് അടിമകളായി ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ആമേൻ അതിനപ്പുറമുള്ളതായ മരണഭീതിയിൽ നിന്നും അതിന്റെ ഫലമായ മരണഭീതിയിൽ നിന്നും ആമേൻ എനിക്ക് വിടുതലില്ല എന്ന് ഓർത്ത് ആമേൻ നിരാശപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ആമേൻ വ്യക്തികൾക്ക് ആമേൻ നിത്യജീവൻ, ആമേൻ പാപത്തിൽ നിന്നുള്ള പരിഹാരം ആമേൻ യേശു ഒരുക്കിയിരിക്കുകയാണെന്നുള്ള സന്ദേശം ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ആമേൻ അതിനപ്പുറമായി ഒരുക്കിയിരിക്കുന്ന നിത്യജീവന്റെ ആമേൻ ആ ശക്തി ഏറ്റെടുത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, പാപത്തിൽ അടിമത്തത്തിൽ വിടുതൽ പ്രാപിപ്പാൻ, നിത്യജീവന്റെ പ്രത്യാശയിൽ യാത്ര ചെയ്യുവാൻ, മരണത്തിന്റെ മേൽ എനിക്കൊരു ജയമുണ്ട്. ശാരീരിക മരണം സംഭവിച്ചാലും പാതാളത്തെയും മരണത്തെയും ജയിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിനമുണ്ട് പ്രൈസ് ദി ലോർഡ് എന്നുള്ള പ്രത്യാശയുടെ വാഗ്ദത്തം ഇന്ന് രാത്രി ഞാൻ ഇവിടെ വിളംബരം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആദാമ്യ രംഗത്ത് ശാരീരികമായ മരണത്തിന് അടിമകളായി തീർന്ന മനുഷ്യൻ നിത്യനരകത്തിൽ ആകുന്ന രണ്ടാം മരണത്തിലേക്ക് പോകാതിരിപ്പാൻ തക്കണം ദൈവപുത്രൻ ആ മരണം കാൽവറിയിൽ വരിച്ചു. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ തലയെ തകർത്തു. ആമേൻ. ആദാമ്യ വർഗത്തെ തകർക്കുവാനുള്ള
ദൈവപദ്ധതിയിൽ നിന്ന് തകർത്ത് കളയുവാനുള്ള പിശാചിന്റെ സകല ആലോചനകളും ബുദ്ധിപരമായ നീക്കങ്ങളും ആമേൻ തകർത്തതാണ്. ആമേൻ സ്തോത്രം. സാത്താന്റെ തലയെ തകർത്തു എന്നുള്ള പ്രയോഗം കൊണ്ട് അവിടെ വ്യക്തമാക്കുന്നത് പിശാചിന്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ ഉരുത്തിരിഞ്ഞതായ സകല പദ്ധതികളെയും പ്രൈസ് ദി ലോർഡ് കാൽവറിയിലെ ക്രൂശിലെ മരണത്താൽ യേശു ക്രിസ്തു അതിനെ തകർത്തുകൊണ്ട്, പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട്, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ആമേൻ പ്രൈസ് ദി ലോർഡ് പരസ്യമായി കാഴ്ചയാക്കി ആമേൻ കാൽവറിയിൽ അവിടുന്ന് അവനെ ആയുധവർഗം അത് വെപ്പിച്ച് കീഴടക്കിക്കൊണ്ട് ആമേൻ ജയോത്സവം കൊണ്ടാടിയതായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പ്രൈസ് ദി ലോർഡ് നിത്യജീവന്റെ പ്രത്യാശയിൽ കർത്താവിനെ സേവിപ്പാൻ ഒരായുസ്സുള്ളത് സമർപ്പിക്കുവാൻ ഇന്ന് രാത്രികാലം ആമേൻ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് യേശു ക്രിസ്തുവിൽ കൂടി മാനസാന്തരമുണ്ട്, പാപമോചനമുണ്ട്, നിത്യജീവനുണ്ട്. ആമേൻ പാപത്തിന്റെ മേൽ ജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മരണത്തിന്റെ മേൽ ജയമെന്നുള്ളതായ സന്ദേശം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവർ ആമേൻ പ്രൈസ് ദി ലോർഡ് ക്രിസ്തു യേശുവിനെ രക്ഷകനായി വിശ്വസിക്കുവാൻ, പാപത്തിന്റെ പരിഹാരകനായി അംഗീകരിക്കുവാൻ, എന്റെ വീണ്ടെടുപ്പുകാരനും കർത്താവായി അംഗീകരിക്കുവാൻ ഇന്ന് രാത്രി ആർക്ക് ആമേൻ ഹൃദയം ഈ വചനത്തിന്റെ മുൻപാകെ വിശ്വസിച്ചേൽപ്പിക്കുവാൻ കഴിയുമോ അവരുടെ പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ ആമേൻ കർത്താവ് നൽകിയിരിക്കുകയാണ്. അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പാപിയാണ് ദൈവമേ, എന്റെ പാപങ്ങളെ ആമേൻ നീ ക്ഷമിക്കണമേ. അത് ആമേൻ പുത്രന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി എന്നെ മോചിക്കണമേ. നിന്റെ ആമേൻ അത് മകനാക്കി മകളാക്കി എന്നെ കൈക്കൊള്ളണമേ എന്ന് തന്നെ സമർപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും പുത്രന്റെ രക്തത്താൽ പാപമോചനം നൽകിക്കൊണ്ട് മരണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, മരണഭീതിയിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കൊണ്ട് ആമേൻ നിത്യജീവന്റെ പ്രത്യാശയിൽ ജീവിതയാത്ര തുടരുവാൻ ആമേൻ മരണത്തിന് മേൽ ജയത്തിന്റെ ഒരു ദിനം അതിനായി കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. അതാണ് നമ്മുടെ ദൂതിന്റെ സമാപ്തി. അതിലേക്ക് ഞാൻ അടുത്ത ദിവസം കടന്നു വരാം. ഇന്നു രാത്രി ദൈവത്തിനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലുള്ള യാഗത്തിൽ ആമേൻ ക്രൂശിലെ യാഗത്തിലുള്ള ആമേൻ വിശ്വാസ നിമിത്തം രക്ഷ പ്രാപിപ്പാൻ ഈ വചനം കേൾക്കുന്ന രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത പാപമോചനം നേടിയിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഗാനം കാഹളം കാതുകളിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് പാടാം. സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി വളർന്നുയരുകയായി ധരണി തന്നെ. സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി വളർന്നുയരുകയായി ധരണി തന്നെ. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയും വെശിപ്പല്ലവദേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയും വെശിപ്പല്ലവദേശം സാധ്യമല്ല. കാതുകളിൽ കേട്ടിടാം ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാം. ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാം. യേശുദാനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാ. യേശുദാനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയാ. സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി വളർന്നുയരുകയായി ധരണി തന്നെ. സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി വളർന്നുയരുകയായി ധരണി തന്നെ. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണി വെശിപ്പല്ലവദേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണി വെശിപ്പല്ലവദേശം സാധ്യമല്ല. നാം കടന്നു സമയവരെയും ദൈവത്തിന് മാറ്റമില്ലാത്ത വഴിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കാനും ശ്രമിപ്പാനും തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കാലത്തിക്കുവെങ്കിൽ ഹല്ലേലൂയ. ഓ പ്രൈസ് ഗോഡ്. മാനവരാശി രക്ഷയ്ക്ക് വേണ്ടി ഓ പ്രൈസ് ഗോഡ് നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഓ ഹല്ലേലൂയ സ്വർഗം കാരണമായത് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഓ രഹലരവഷ്യ ദൈവത്തിൽ കൂടി ഓ പ്രസ്താവിക്കുവാൻ ഏൽപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമതി ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് വിളിച്ചു പറഞ്ഞ ഓ യോഹന്നാൻ ഹല്ലേലൂയ മരുഭൂമിയിലായിരുന്നു
ആയിരുന്നപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അവന്റെ പിന്നാലെ വരുന്നവൻ ഹല്ലേലൂയ അവന്റെ ചെരുപ്പിന് വാറഴിപ്പാൻ പോലും യോഗ്യല്ല എന്ന് ഹല്ലേലൂയ അല്ലെ യോഹന്നാൻ പ്രസ്താവിച്ച ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ആത്മാവിനെ ശക്തിയുടെ ആത്മാവ് ഇന്ന് രാത്രികാലം സംസാരിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ ഓ പ്രൈസ് ഗോഡ് ആദാം വർഗത്തിന്റെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് പാപത്തിന്റെ വിടുതലിന് വേണ്ടി കർത്താവിന്റെ ഹല്ലേലൂയ വചനം ഇന്ന് രാത്രി കൽപ്പിച്ചിറക്കായി സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഇന്ന് രാത്രി കാലം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കാനെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി ദേവാസനെ പൂർണ്ണാധികമായി ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കാം. നാളെയും ഇതുപോലെ മറ്റുള്ളവരെ സംസാരിപ്പാൻ ഇടിയാക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആദ്യം പ്രിയ ദൈവത്തിന്റെ ദാസൻ റോയ് ശ്യാമൽ കടന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. Lord Jesus, we thank you for bringing us together tonight in this auditorium. We thank you for bringing your servant, Lord Jesus, so that he can speak to us tonight, Lord Jesus. There is one coming after me whose the latches of his shoes I am unworthy to unloose. Lord, we thank you for the power of the man who is Jesus Christ, Lord. Hallelujah. Amen. There is power in the name of Christ, Lord Jesus. Amen. Lord, we thank you, Lord Jesus. Oh, thank you for the Holy Spirit within us, Lord Jesus. At the end of this age of grace, you have sent your Holy Spirit, Lord Jesus. When you are endued with the Holy Spirit, you will be my witnesses in Jerusalem, in Samaria, and into the uttermost parts of the world, Lord Jesus Christ. We thank you, Lord, for bringing your servant to bring the word tonight, Lord, as he is he's going to speak to us tomorrow also. Bless him, Lord. Fill him with the power from on high so that he can bring the word with anointing, Lord Jesus Christ. Hallelujah. We thank you for all this gospel campaign being held in this auditorium week after week, Lord Jesus. We thank you for all the servants of God you are sending in our midst to bring the word in this local town, Lord Jesus. Let many people be coming in the days to come, get captured by the power of evangelism and gospel, Lord Jesus. Let them be endued with the power from on high and go back to their home with power, Lord Jesus, to distribute the word of God. Praise the Lord. Hallelujah. Soon and very soon we will be standing before the throne of God, Lord Jesus, because your coming is very near, Lord. Throughout the world we are hearing of the coming and the footsteps of the coming of Christ, Lord Jesus. Praise the Lord. Hallelujah. Oh Jesus, come back quickly. Let that be our prayer tonight, Lord Jesus. Oh, sir, we pray for the servant of God in this church, Lord Jesus. James Chan, bless him abundantly. Hallelujah. And Pastor Kurian also, Lord Jesus. We pray for all those who are singing here, Lord. Bless that singing ministry as well. And in the matchless name above all other name, we ask all these things in Jesus' name. Amen. Amen. Praise the Lord. Praise the Lord. പ്രാർത്ഥിച്ച് ആശീർവദിക്കും. നമുക്ക് വീണ്ടും കണ്ണുകളെ അടയ്ക്കാം. മോശയോടിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. ഈ സദസ്സിന്റെ ചുറ്റിനും യേശു ക്രിസ്തുവിന്റെ രക്തത്തിനാൽ മുദ്രയിടപ്പെട്ടുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം കർത്താവേ ഞങ്ങളുടെ മധ്യയിൽ ഇരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മോശ ദൈവത്തിനോട് പറഞ്ഞു, നീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ കർത്താവേ എന്നെ പുറപ്പെടുവിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവേ മനസ്സിലുള്ള ദൈവം ഞാൻ നിനക്ക് മുൻപായി വരും, നിനക്ക് സ്വസ്ഥത തരുമെന്ന് പറഞ്ഞ കർത്താവ് സ്വസ്ഥതയുടെ സുവിശേഷം കർത്താവേ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് മൂലം ഞങ്ങൾ കിട്ടിയതായ സുവിശേഷം നിന്റെ ദാസനും കൂടെ കർത്താവേ വളരെ അതിശയകരമായി അത്ഭുതകരമായി കേൾക്കുവാൻ കൃപ ചെയ്തോട് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ ഇതോ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ സദാകാലങ്ങളിലും ഇതോ ജീവനോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സകലവും ചെയ്ത് കർത്താവെ തീർക്കുവാൻ ഒരു ശക്തിയുള്ള ദൈവം ഞങ്ങൾക്ക് മുൻപായി പോകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണം. വചനം സംസാരിച്ച മകനെ ഇനിയും അത്ഭുതമായി കർത്താവ് എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം എടുത്ത് പ്രയോജനപ്പെടുത്തണം. നാളെ നടക്കുന്ന മീറ്റുകളെ കർത്താവ് അനുഗ്രഹിക്കണം. അനേകം പേർ കടന്നു വരുവാൻ കൃപ ചെയ്യണം. കർത്താവെ സ്തോത്രം. നിന്റെ ശ്രേഷ്ഠദാസനായ കർത്താവെ പാസ്റ്റർ ജെയിംസ് പാസ്റ്ററുടെ
കർത്താവേ, ഈ നടത്തുന്ന സുവിശേഷീകരണത്തിന് പിന്നാലെ വലിയൊരു നോക്കമുണ്ട്. അനേകം പേർ തൊടപ്പെടുവാൻ, അനേകം പേര് സുവിശേഷം കേൾപ്പാൻ, അനേകം പേര് ഇവിടെ കടന്നു വരുവാൻ പോകുന്നുണ്ട്. ഞങ്ങൾ വിശ്വാസത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇനി നടക്കുന്ന എല്ലാ മീറ്റിംഗുകളെയും ദൈവം തന്നെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേർ പാപത്തെ ഉണരുവാൻ, കർത്താവെ രക്ഷയെ സ്വീകരിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി ഏറ്റുകൊള്ളുവാൻ കർത്താവ് കൃപ കൊടുക്കണം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കാവും സൗര സൗരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ നടത്തുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാകിയ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ കേട്ട വചനത്തോടും, ഞങ്ങൾ കർത്താവെ കേട്ട വചനത്തോടും, പ്രിയപ്പെട്ട ദൈവദാസനോടും, ഈ സഭയോടും, ഈ സഭയെ നടത്തുന്നതായ ശ്രേഷ്ഠദാസന്മാരോടും മറ്റെല്ലാവരോടും ഇന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.